ഈ വർഷത്തെ തന്നെ ദ മോസ്റ്റ് അവൈറ്റഡ് മൂവിയുടെ ദ മോസ്റ്റ് അവൈറ്റഡ് ട്രെയിലർ. ഒരു രക്ഷയില്ല, അമ്മാതിരി ലെവലായിട്ടായിരുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ട്രെയിലറിന് വേണ്ടിയിട്ട്. ഇന്ന് 1 മണിയായിരുന്നല്ലോ ഓൾറെഡി ഒരു പബ്ലിഷ് ചെയ്ത്. പക്ഷെ നേരത്തെ റിലീസായപ്പോൾ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 3-3.5 മിനിറ്റ് ട്രെയിലറാണ്. ആ ഒരു 3-3.5 മിനിറ്റ് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ വേറൊരു ലോകത്തായിരുന്നു. കാരണം എൻ്റയർ ട്രെയിലർ വാസ് ലൈക്ക് കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മ്യൂസിക് ആയാലും ശരി, എന്താ പറയുക, അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ആയാലും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയാലും മേക്കിംഗ് ആയാലും ഈച്ച് ആൻഡ് എവരി സീക്വൻസ് ടോപ്പ് ലെവൽ. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് കംബാക്ക് ഓഫ് മോഹൻലാൽ. കംബാക്ക് അടിക്കാൻ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരൻ്റെ മൂവീസ് ഒന്നും പഴയതുപോലെ അത്ര വലിയൊരു ഗുഡ് ട്രാക്കിലൊന്നും അല്ല. പക്ഷെ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ തുണിഞ്ഞിറങ്ങിയാൽ തീരാവുന്നേ ഉള്ളൂ ഇവിടുത്തെ ബോക്സ് ഓഫീസ് റെക്കോർഡ്സും ബാക്കി എല്ലാം തെളിയിക്കാനുള്ള, അല്ലെങ്കിൽ എന്ത് പറയുക, നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്ത മോഹൻലാൽ പടം ഉണ്ടല്ലോ, ആ ഒരു ഫാൻസ് ഷോ, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു എന്താ പറയുക, മൂവിയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് തിരിച്ചു കിട്ടാൻ പോകുന്ന മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ മൂവിയുടെ ടീസർ കണ്ടപ്പോഴും ഞാൻ റിവ്യൂ ചെയ്ത് പറഞ്ഞായിരുന്നു, വേറെ ഇനി ട്രെയിലറോ ഒന്നും വേണ്ട, ടീസർ മാത്രം മതി. അത് തന്നെ അജാതി ലെവൽ ആയിട്ട് വരും, നേരെ പോയി സിനിമ കണ്ടാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ട്രെയിലർ വന്നപ്പോൾ ശരിക്കും ആ ഒരു മൂവിയുടെ സ്കെയിൽ, എന്താണ് ഈ മൂവി, എങ്ങനത്തെ രീതിയിലാണ് ഈ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഒരു മൂവിയിലുണ്ട്, എന്താണ് ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ലൂസിഫർ എന്ന മൂവിയിൽ എന്താണോ കണ്ട അതിലുള്ള ഒരു വേൾഡ് ബിൽഡും അത് എമ്പുരാനിലോട്ട് വരുമ്പോൾ എങ്ങനെ വൈഡറായി, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കാണിച്ചു പോകുന്നുണ്ട്. ഞാൻ ടീച്ചർ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ്ലി ആ ഒരു എബ്രഹാം ഖുറേഷിനെ മാത്രം, ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിച്ചു പോകുന്നത് നമ്മൾ ലൂസിഫർ പോലെ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ട് പോകത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു കാര്യം പിടിയിട്ട് പൊളിറ്റിക്കലും ത്രില്ലറും, എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ബാക്ക് സ്റ്റോറിയും, അല്ലെങ്കിൽ അയാളുടെ ഒറിജിനും, അയാൾ എങ്ങനെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആയത്, അല്ലെങ്കിൽ ആ ഒരു 2 ക്യാരക്ടേഴ്സിന്റെ ആർക്കും 2 ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡും, അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കാൻ പോകുന്ന ഒരു മൂവിയാണ്. അത് ഈ ടീസറിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂർ എന്താ ഉള്ളൂ, അതിനൊരു 3.5 മിനിറ്റ് ട്രെയിലർ ഉണ്ട്. അത് കറക്റ്റ് സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻ്റയർ മൂവി, ആ ഒരു 3 മണിക്കൂറിലെ മൂവി എന്താണ്, അല്ലെങ്കിൽ ആ വേൾഡ് ബിൽഡ് എന്താണ്, ആ മൂവിയിൽ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്ന എല്ലാത്തിനെയും കുറിച്ച് ഒരു ക്ലിയർ കട്ട് ഐഡിയയിൽ തന്നു പോകുന്നുണ്ട്. ആൻഡ് ആ ഒരു എക്സിക്യൂഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ് ഒരു പൃഥ്വിരാജ് ഫാനായിട്ട് പറയല്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു എൻ്റയർ മൂവിയുടെ ആ ഒരു എക്സിക്യൂഷൻ ആയാലും ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, മേക്കിംഗ് എല്ലാം വേറെ ലെവലായിരുന്നു. കാരണം ഈച്ച് ആൻഡ് എവരി സീക്വൻസ് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി ഫ്രെയിം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത്ര കിടിലം, അത്ര ടോപ്പ് ലെവലായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എമ്പുരാനായിട്ട് വരുമ്പോൾ ഖുറേഷി ഇബ്രാഹിം എന്ന ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ മാത്രം റെപ്രസെന്റ് ചെയ്തിട്ട് ഭയങ്കര ആക്ഷൻ സീക്വൻസ്, മാസ് മസാല, കുറെ മിസൈൽസ്, വെടി പോകുക, അത് മാത്രമല്ല നമ്മൾ ലൂസിഫറിൽ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെയാണ് ആ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ത്രില്ലറും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സിനിമയിൽ. അത് നമുക്ക് ട്രെയിലർ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ ആകാംക്ഷ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു എബ്രഹാം ഖുറേഷിനെക്കാളും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു ആർക്കും അല്ലെങ്കിൽ ക്യാരക്ടർ പ്രസന്റേഷനാണ്. കാരണം നമ്മൾ ആ ട്രെയിലറിൽ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി നിന്നിട്ട് മറ്റേ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അവിടെ ഡയലോഗില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു വാടാന്നുള്ളത് അമ്മാതിരി ലെവലിലായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ ഇബ്രാഹിം ഖുറേഷിയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഷെയ്ഡൊക്കെയാണ്. ഇബ്രാഹിം ഖുറേഷിയും ചെറിയ ആളൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടിലുള്ള ആ ലാസ്റ്റ് ഒരു സീക്വൻസിലെ മനസ്സിലായി പുള്ളിക്കാരൻ ഏത് ലെവലാണ്. ഈസ് എ കിങ്. ആൻഡ് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, അധികം ഹൈപ്പോ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കേണ്ട, ജസ്റ്റ് നോർമലായിട്ട് പോയി കണ്ടാൽ മതി. കാരണം ഇത്ര ഹൈപ്പും എക്സ്പെക്ടേഷനും വെച്ച് പോയിട്ട് ആ ഒരു ഫീൽ ഇല്ലാതെ ഇറങ്ങി വന്ന ഒരുപാട് മൂവീസ് റീസെന്റ് വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതാണ് ലൂസിഫർ എന്ന് പറയുന്ന മൂവി. ആ ഒരു മൂവി ഏതൊരു വൈബായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലെവൽ ഓഫ് മേക്കിംഗ് ആയിരുന്നു എല്ലാവർക്കും അറിയാം. സോ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഇനി ഒരു തേർഡ് പാർട്ടും കൂടി ഉണ്ട്. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടി വൈഡറായിട്ട് കുറച്ചും കൂടി ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തി എവിടെ നിന്നാണോ അവിടെ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് ക്യാരക്ടേഴ്സ്, ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷി ആരാണ്, സെയ്ദ് മസൂദ് ആരാണ്, അല്ലെങ്കിൽ ഇവർ പാർട്ടി കണക്ഷൻസ്, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെയും അവരുടെ ലൈഫ് ഇവൻറ്റ്സും പൊളിറ്റിക്കൽസും എല്ലാം സംസാരിക്കപ്പെടുന്ന ഒരു മൂവിയാണ്. സോ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഹൈപ്പും എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂട്ടി വെച്ചോ ഒരു കുഴപ്പമില്ല. കാരണം ദിസ് മൂവീസ് എ കംബാക്ക് ഓഫ് ലാലേട്ടൻ ആൻഡ് ദിസ് മൂവീസ് ഡയറക്ടർ ബൈ പൃഥ്വിരാജ് സുകുമാരൻ. സോ ഇത്രയും മാത്രം മതി. ആൻഡ് ഈ ഒരു 3.5 മിനിറ്റ് ട്രെയിലർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഒരു 3 മണിക്കൂറുള്ള മൂവി ഏത് ലെവലായിരിക്കും എന്നുള്ളൊരു കാര്യം. ഞാൻ അത്രമാത്രം എക്സൈറ്റഡ് ആണ്. ഞാൻ അത്രമാത്രം ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ ഒരു മൂവിക്ക് വേണ്ടി, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവരി ഡേ, ഈച്ച് ആൻഡ് എവരി അപ്ഡേറ്റ്സ് ഇങ്ങനെ കാണുമ്പോഴും ആ ഒരു മൂവിയിലോട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷനും അല്ലെങ്കിൽ ഹൈപ്പ് ഇങ്ങനെ കൂടി വന്നിട്ടുള്ളൂ. ഇന്നേ വരെ കുറച്ച് ദിവസം അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഒരു രീതിക്ക് ആ ഒരു മൂവിയോടുള്ള ഹൈപ്പോ എക്സ്പെക്ടേഷൻ ഒന്നും കുറഞ്ഞിട്ടില്ല. കാരണം ദിസ് മൂവി ഇസ് ഗോണ ചേഞ്ച്, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ആൻഡ് ദ ഫസ്റ്റ് മൂവി ടു റിലീസ് ഇൻ ഐമാക്സ്. സോ എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.